ഗുജറാത്തിൽ നിന്നുമുള്ള ബി.ജെ.പിയുടെ മനുഷ്യത്വരഹിതമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അവരുടെ തന്നെ മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ നേതാവുമായ വിജയ് രൂപാണിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു ഞെട്ടിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, വിജയ് രൂപാണിയുടെ ആകസ്മികമായ മരണം ബി.ജെ.പിയെ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇക്കഴിഞ്ഞ ജൂൺ 12-ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഉണ്ടായ ഒരു എയർ ഇന്ത്യയുടെ വിമാന അപകടത്തിലാണ് വിജയ് രൂപാണി, ഒപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന യാത്രക്കാരും വിമാന ജീവനക്കാരും ഉൾപ്പെടെ ഏതാണ്ട് ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന 240ഓളം ആളുകൾ ആ വിമാനാപകടത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി അതിൽ നിന്നും രക്ഷപ്പെട്ടത്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെ വൈറലാവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ദുരന്തം നടന്ന ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് വിജയ് രൂപാണി ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്നും ഈ അപകടത്തിൽ അദ്ദേഹം പെട്ടുവെന്നും ഉള്ള വാർത്തകൾ പുറത്തു വരുന്നത്. പിന്നാലെ ഏതാണ്ട് 4 ദിവസത്തിന് ശേഷമാണ് DNA പരിശോധനയിലൂടെ വിജയ് രൂപാണിയുടെ മൃതദേഹം തിരിച്ചറിയുന്നത്. 4 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ രാജ്കോട്ടിൽ വളരെ വിപുലമായിട്ട് പാർട്ടി ഏറ്റെടുത്താണ് നടത്തിയത്. വലിയ ഒരു അദ്ദേഹത്തിന് ഒരു അന്ത്യയാത്രയൊക്കെ നൽകി ആണ് അദ്ദേഹത്തെ യാത്രയാക്കിയത്. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ചെലവ്, വലിയ രീതിയിലുള്ള ചെലവ് വന്നിരുന്നത് 25 ലക്ഷത്തോളം രൂപയുടെ ഒരു ചെലവാണ് അതിലുണ്ടായത്. ആ ചെലവ് വഹിക്കാൻ തങ്ങൾ സന്നദ്ധമല്ല എന്ന് പാർട്ടി പറഞ്ഞ് അതിൽ നിന്നും കൈയൊഴിഞ്ഞ ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. ഈ 25 ലക്ഷം രൂപയുടെ ബില്ല് ഈ പാർട്ടി മറ്റാരും അറിയാതെ വിജയ് രൂപാണിയുടെ കുടുംബത്തിന് തന്നെ കൈമാറി. അത് പാർട്ടി വഹിക്കേണ്ട ഒരു ചെലവാണ്. കാരണം വലിയൊരു ചെലവ് പാർട്ടി നടത്തിയ ഒരു പരിപാടിയായിരുന്നു അത്. ആ ചെലവ് വഹിക്കാതെ അത് ആ കുടുംബത്തിന്റെ മുകളിലേക്ക് ഇടുന്ന ഒരു കാഴ്ച ഉണ്ടായി, ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് ആ സംസ്കാര ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം തന്നെ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഉൾപ്പെടെയുള്ള, രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെല്ലാം പങ്കെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഏതാണ്ട് 1 മാസത്തിന് ശേഷം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഏതാണ്ട് 3 മാസത്തിന് ശേഷമാണ് ഈ വിവരം പുറത്തു വരുന്നത്. ഇത് വീട്ടുകാര് ഇത്തരത്തിൽ തങ്ങളാണ് ഇതിന്റെ ബാധ്യത വഹിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത്. ഈ സംഭവം നടന്ന് ജൂലൈ മാസത്തോടു കൂടിയാണ്. ഈ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ട ടെന്റുകളും ഒപ്പം തന്നെ പൂക്കളും ഒക്കെ നൽകിയ ആളുകൾ അവർ ഈ ബില്ലുകളുമായിട്ട് തങ്ങളുടെ കാശിനായിട്ട് ഈ വീട്ടിൽ വന്നപ്പോഴാണ് വീട്ടുകാർ ഈ ഒരു കാര്യം അറിയുന്നത്. അതും കഴിഞ്ഞ് ഇപ്പോഴാണ് ഇത് പുറത്ത് ഒരു വാർത്തയായിട്ട് എത്തുന്നത്. ഇതിൽ ഇപ്പോൾ പറയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖലയിലുള്ള പാർട്ടിയിലെ അന്തചിത്രങ്ങളാണ്, ഭിന്നതയാണ് ഇത്തരത്തിൽ വിജയ് രൂപാണിയുടെ കുടുംബത്തോട് ഇങ്ങനെ ഒരു പെരുമാറ്റത്തിന് പിന്നിൽ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തോട് ഈ പറയുന്ന സൗരാഷ്ട്രയിലെ 2 വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തിന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. ആ ഒരു എതിർപ്പിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്ന് ഈ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം 2021 വിജയ് രൂപാണിക്ക് മുഖ്യമന്ത്രി പദം നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയതും ഈ ഒരു പാർട്ടിയിലെ ഭിന്നതയാണ്. സൗരാഷ്ട്രയിലെ 2 വിഭാഗങ്ങളിൽ ഒരു വിഭാഗം ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചതോടുകൂടിയാണ് വിജയ് രൂപാണി ഈ ഗുജറാത്തിലെ രാഷ്ട്രീയത്തിൽ നിന്നും പുറത്താകുന്നത് എന്ന് പറയുന്നു. കാരണം 2016 മുഖ്യമന്ത്രിയായി 2021 വരെ അദ്ദേഹം ആ കാലാവധി പൂർത്തിയാക്കി. അതിനുശേഷം എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ബി.ജെ.പി വീണ്ടും ഭരണം നിലനിർത്തുമ്പോൾ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് പകരം ആദ്യ തവണ MLA ആയ ഭൂപേന്ദ്ര പാട്ടീലിനെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഈ വിജയ് രൂപാണിക്ക് സീറ്റും പാർട്ടി നൽകിയില്ല. അദ്ദേഹത്തോട് മത്സരിക്കരുത് എന്ന് ദേശീയ നേതൃത്വം നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം മാറി നിന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഇൻചാർജ് കൊടുത്തു. പിന്നീട് മഹാരാഷ്ട്രയുടെ ചുമതലയൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ അങ്ങ് ഒതുക്കുകയായിരുന്നു. അത്തരത്തിൽ വിജയ് രൂപാണിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് ഒരു അന്ത്യം കുറിക്കാനുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആ സൗരാഷ്ട്ര മേഖലയിലെ പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളും ഈ പറയുന്നത് പോലെയുള്ള ഒരു സ്പ്ലിറ്റുമാണ് എന്ന ഈ ദേശീയ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അതിന്റെ ബാക്കി പത്രമാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ മരണശേഷവും ആ കുടുംബത്തെയും അദ്ദേഹത്തെയും വേട്ടയാടുന്ന തരത്തിൽ ആ സംസ്കാര ചടങ്ങുകളുടെ ചെലവ് 25 ലക്ഷം രൂപ കുടുംബം തന്നെ വഹിക്കണം എന്ന ഒരു നിലപാടിലേക്ക് ബി.ജെ.പിയെ എത്തിച്ചത് എന്നും ഈ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയ വിമർശനവുമായിട്ട് സംസ്ഥാന കോൺഗ്രസിന്റെ ഘടകം രംഗത്തെത്തിയിട്ടുണ്ട്. ഇതാണ് ബി.ജെ.പിയുടെ ഒരു ലൈൻ എന്ന് കോൺഗ്രസ് വിമർശിക്കുകയാണ്. അതായത് തങ്ങൾക്ക് വേണ്ട സമയത്ത് ഈ ആളുകളെയൊക്കെ തന്നെ, നേതാക്കളെയൊക്കെ തന്നെ പാർട്ടി വിനിയോഗിക്കും. തെരഞ്ഞെടുപ്പായാലും മറ്റു കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ തങ്ങൾക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഈ നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ തന്നെ പാർട്ടി
യൂട്ടിലൈസ് ചെയ്യും. എന്നാൽ എന്തെങ്കിലും ഉപകാരപ്രദമല്ലാതായി കഴിഞ്ഞാൽ, അവരെ കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ ഈ കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന ഒരു സമീപനമാണ് BJPക്കുള്ളത്. അത് ഈ ഗുജറാത്തിൽ മാത്രമല്ല, അവർക്ക് ദേശീയ തലത്തിൽ തന്നെ അവരുടെ ഒരു നയം അങ്ങനെയാണ് എന്ന ഒരു വിമർശനം കോൺഗ്രസിന്റെ അവിടുത്തെ PCC അധ്യക്ഷൻ മനീഷ് ദോഷി പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയം ഇപ്പോൾ BJPയെ വലിയ രീതിയിൽ ഒരു പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. നാണം കെടുത്തുന്ന ഒരു സംഭവമായിട്ട്, ഒരു വാർത്തയായിട്ട് അത് മാറുന്നു. പ്രത്യേകിച്ചും ഗുജറാത്തിലെ പാർട്ടിയുടെ ഒരു മുൻ മുഖ്യമന്ത്രിയാണ്, ഒരു സമുന്നതനായ ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് വന്ന ചെലവ് അത് പാർട്ടി സ്വയം നടത്തിയ, അല്ലെങ്കിൽ പാർട്ടി ഏറ്റെടുത്ത് നടത്തിയ ചടങ്ങുകളായിരുന്നു. വലിയ വിശാലമായ രീതിയിലാണ് ആ ചടങ്ങുകളൊക്കെ തന്നെ നടത്തിയത്. അതിന്റെ ചെലവ് ആരും അറിയാതെ ആ കുടുംബത്തിനെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അത് അംഗീകരിക്കാനാകാത്ത ഒരു കാര്യമാണ് എന്ന് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം പറയുന്നുണ്ട്. അതായത് വിജയ് രൂപാണിയെ അനുകൂലിക്കുന്നവർ തന്നെ പറയുന്നത്, വിജയ് രൂപാണിയുടെ മരണശേഷം വിജയ് രൂപാണിയുടെ മരണം തന്നെ ആ കുടുംബത്തെ തകർത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു നീക്കത്തിലൂടെ പാർട്ടി വീണ്ടും വിജയ് രൂപാണിയുടെ കുടുംബത്തെ കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു നടപടിയാണ് എടുത്തിരിക്കുന്നത് എന്ന ഒരു വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇതുവരെ BJPയുടെ ഒരു നേതാക്കളും പ്രതികരിച്ചിട്ടില്ല. ഗുജറാത്തിലെ BJPയുടെ അധ്യക്ഷനായ പാട്ടീൽ, അദ്ദേഹം ഈ പറയുന്നത് പോലെ കേന്ദ്രമന്ത്രി കൂടിയാണ്, RR പാട്ടീൽ. അദ്ദേഹം കഴിഞ്ഞ ദിവസം രാജ്കോട്ടിൽ എത്തിയെങ്കിലും അവിടെ ഈ മാധ്യമങ്ങൾ ഈ കാര്യം ചോദിച്ചെങ്കിലും ഒന്നും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പിന്നീട് താൻ പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത്. ഒപ്പം തന്നെ മറ്റ് ഈ പാർട്ടിയുടെ സംസ്ഥാനത്തെ വക്താക്കൾ ഒന്നും തന്നെ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നില്ല. വിജയ് രൂപാണിയുടെ കുടുംബവും അവരുടെ മാന്യത കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിലൊന്നും പറയാതിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഈ BJP വലിയൊരു പ്രതിക്കൂട്ടിലായിരിക്കുന്നു. BJPയുടെ ഒരു ഇമേജ് തന്നെ, അവരുടെ ഒരു മുഖം മൂടി വലിച്ചു കീറുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറിയിരിക്കുന്നു. പാർട്ടിക്കാകെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിട്ട് ഇത് ഇപ്പോൾ വളർന്നിരിക്കുകയാണ്.